ഓ അവിടെ ഉണ്ട്, ബേക്കിലാണിട്ട്. ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് നോക്കാൻ പറ. സംസാരിച്ചതിൽ തിരിച്ചുണ്ടോ? നടന്നോ? ബെന്നി, വിനി, മകൾ അലീന എന്ന ഇവരുടെ വിവാഹ വാഗ്ദാനമാണ് ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുക. നിങ്ങളെ രണ്ടുപേരെയും, നിങ്ങളുടെ മാതാപിതാക്കളെയും, നിങ്ങളുടെ ഉദ്യോഗാർത്ഥികളെയും അതുപോലെ ദേവാലയത്തിലേക്ക് ഈ വിവാഹ വാഗ്ദാന കർമ്മത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളെ ആശീർവദിക്കുവാനുമായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ബഹുമാനപ്പെട്ട ജോർജ് പാമ്പള്ളി അച്ഛനാണ്. അച്ഛൻ ചിരവേലി ബെന്നിയുടെ കസിനാണ്, കുടുംബാംഗമാണ്. അതുപോലെ അച്ഛൻ്റെ തൊട്ടടുത്ത് നിൽക്കുക ബഹുമാനപ്പെട്ട ഫാദർ ലിജോ ആണ്. ലിജോ വെളിയത്ത്. ലിജോ അലീനയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അച്ഛൻ പരീഷൻ സഭയിലെ അംഗമാണ്. അതുപോലെ ജിൻഡോ തട്ടുപറമ്പിൽ അച്ഛൻ ഈ ഇടവക അംഗമാണ്. ഞങ്ങളുടെ സിയോൺ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛൻ ഇന്ന് ശനിയാഴ്ച ഏറെ തിരക്കുള്ള ദിവസമായിരുന്നു. എങ്കിലും അച്ഛൻ ഈ ഇടവക അംഗവും ഈ കുടുംബത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ സമയം കണ്ടെത്തി എത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ 3 പേരെയും പമ്പള്ളി അച്ഛനെയും ഇരിക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനം ഒരു ചെറിയ തിരുക്കർമ്മമാണ്, ചെറിയൊരു കർമ്മമാണ്. ചെറിയ കർമ്മത്തിലൂടെ വലിയ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളിനി വിവാഹത്തിലേക്ക് കടക്കുന്നു. കുടുംബജീവിതം അതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും 2 കുടുംബങ്ങൾ തമ്മിലുള്ള 2 ഇടവകൾ സമൂഹങ്ങൾ തമ്മിലൊക്കെയുള്ള ബന്ധത്തിൻ്റെയൊക്കെ വലിയ തുടക്കം ഈ ചെറിയ തിരുക്കർമ്മത്തിലൂടെയുള്ള നടത്തുന്ന അവസരമാണ്. അപ്പം നിങ്ങൾ ഏതായാലും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് 3 ആഴ്ചക്കാലത്തിന് പകരം 4 ആഴ്ചക്കാലവും ഒരുങ്ങാനുള്ള സമയമുണ്ട്. ക്രിസ്മസിന് ശേഷമാണ് നിങ്ങളുടെ വിവാഹം നടക്കുക. വിവാഹ വാഗ്ദാനത്തിന് ശേഷം 3 ആഴ്ച കുളിശ്ശേരിയും ഒരുക്കത്തിലേക്കുള്ള സമയമുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി വിവാഹത്തിലേക്ക്, വിവാഹം ഒരു കൂദാശയാണ്, വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്. അപ്പോൾ ആ വിശുദ്ധീകരിക്കുന്ന കൂദാശ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരായി തീരണം, നല്ല കുടുംബജീവിതം നയിക്കണം. അതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുക, സഭ ആഗ്രഹിക്കുക. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിവാഹ വാഗ്ദാനം നടത്താനായിട്ട് കടന്നു വന്നിരിക്കുന്ന അവസരത്തിൽ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അതിന് മുമ്പായിട്ട് 2 ഭാഗത്തുനിന്നും ഓരോ സാക്ഷികൾ വേണം. അപ്പോൾ അശ്വൻ്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷി കൈപൊട്ടിയാൽ മതി. അശ്വൻ്റെ ഭാഗം പേര് അഗസ്റ്റിൻ. പിന്നെ നമുക്ക് തിരുകർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നാലാളുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നൊക്കെ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്ക് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിതസഖിയാകാൻ തിരഞ്ഞെടുത്ത റബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അശ്വിനെയും അലിനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സ്നേഹത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്താൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിക്കുവാൻ വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രവലയാം കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാകുകയില്ല. മക്കളെ വന്ന് കേൾപ്പിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. ഞങ്ങളുടെ കർത്താവായതും അങ്ങയുടെ ചിന്തദായകവും ദൈവികവുമായ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നത് നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താൽ ഞങ്ങളെ സഹായിക്കണം. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. സുബോധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ പരിശുദ്ധ സുവിശേഷം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉണ്ടാവില്ലാകേണ്ട. ഭക്ഷണത്തിനേക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പോലെ നോക്കവേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനു ആകൽപ്പെടുന്നു? വയലിലെ ലിലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുന്നു. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുക്കൽ അറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്ര അധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും,
എന്ത് ദാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വൈദികരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അലീന അശ്വൻ ചീനമ്പേടി കണിയാമറ്റത്തിൽ കുടുംബത്തിൽ നിന്നും എന്നീ ദിവസത്തിൽ ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഞാനിന്നിവിടെ ആയിരിക്കുകയാണ്. എന്നോടൊപ്പം പഠിച്ച് ഒരുമിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് നടന്ന അലീന ഇന്ന് തൻ്റെ ദൈവവിളി ഒരു കുടുംബം രൂപപ്പെടുത്തുക എന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിത പങ്കാളിയാകേണ്ടവൻ അശ്വനാണ് എന്ന ബോധ്യത്തിൽ തൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്തൊരുങ്ങുവാൻ, തൻ്റെ സമ്മതം ഓടുവാനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനം. ഇന്ന് ഈ പള്ളിയിലായിരിക്കുന്നവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി ആകാംക്ഷയുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്, സന്തോഷം നിറഞ്ഞ മുഖങ്ങളുണ്ട്, അതിലേറെ പ്രാർത്ഥനയുടെയൊക്കെ മുഖങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക രൂപപ്പെടാൻ പോകുന്ന കുടുംബത്തെ, അലീനയെയും അശ്വിനെയും ഉറ്റുനോക്കിക്കൊണ്ട് അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ തിരഞ്ഞെടുപ്പിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും വേണ്ടിയില്ല. സങ്കീർത്തനം പറയുന്നു 118:24 കർത്താവ് ഒരുക്കിയ ദിനമാണെന്ന് എന്ന് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു. അപ്രകാരം ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കുമ്പോഴും കർത്താവിൻ്റെ വലിയൊരു തിരഞ്ഞെടുപ്പ്, കർത്താവ് ഒരുക്കിയ ഒരു ദിനം നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഇന്ന് അലീനയെയും അശ്വിനെയും ഇവിടെ അവരുടെ വിവാഹത്തിന് സമ്മതമിടുവാൻ വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബൈബിളിലുള്ള വിവാഹത്തിൻ്റെയും കുടുംബ ജീവിതത്തിൻ്റെയും ഒക്കെ കഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യ മാതാപിതാക്കളുടെ സൃഷ്ടി മുതൽ വെളിപാടിന്റെ പുസ്തകം കുഞ്ഞാടിന്റെ വിവാഹം ഇരുന്നവരെ കുടുംബ ബന്ധങ്ങളുടെ വിവാഹത്തിൻ്റെയൊക്കെ കഥകൾ, ചിത്രങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് വൈദികൻ സ്വർഗസ്ഥനായ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം എന്തിനു വേണ്ടിയാണ്, വിവാഹം എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നെല്ലാം വളരെ വിശുദ്ധമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അതിലാദ്യം തുടങ്ങുന്ന ഇപ്രകാരമാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആദ്യം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച ദൈവം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എപ്രകാരം ആദ്യം പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്നതായിരുന്നു. ദൈവം ആദത്തിന് മുമ്പിൽ അവന് വേണ്ടിയിട്ടൊരു തുണയെ കണ്ടെത്തുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളെയും അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അവരവരെയെല്ലാം പേരിട്ടു. പക്ഷെ അവന് പറ്റിയ ഒരു തുണയെ അതിൽ നിന്നും കണ്ടെത്തുവാനായിട്ട് അവൻ സാധിച്ചില്ല. അവന് ഒരു തുണയെ കണ്ടെത്താൻ സാധിക്കാത്തതിന് ദൈവം പറയുന്നുണ്ട്, ഞാൻ അവന് പറ്റിയ ഒരു തുണയെ നൽകും. അതിനുശേഷം ദൈവം ആദത്തെ ഒരു ഗാഠനിദ്രയിലാക്കി അവന്റെ ഭാര്യയിൽ നിന്നും ഒന്നെടുത്ത് ദൈവം സ്ത്രീയെ രൂപപ്പെടുത്തിയെന്ന് പറയുക. ഈ ഗാഠനിദ്രയിൽ നിന്നുണർന്ന ആദം ഹവ്വയെ കണ്ട് പറയുന്നുണ്ട്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായത്. ഇത് തന്നെയായിരുന്നു അശ്വിന് മുമ്പിലും ദൈവം രൂപപ്പെടുത്തിയ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായവരാണ് അലീന എന്ന് സമ്മതം എഴുതുവാനാണ് അശ്വിനിയുടെ ആയിരിക്കുക. അതുപോലെ തന്നെ ദൈവത്തിന്റെ വലിയൊരു തിരഞ്ഞെടുപ്പിന് മുമ്പിൽ എൻ്റെ താങ്ങും തണലുമാകിയാണ് അശ്വിൻ എന്ന ബോധ്യത്തോടുകൂടെ
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രാർത്ഥനയിൽ പറയുന്ന വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറയുന്നത് സ്നേഹ കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിച്ചു. സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്നേഹിക്കാൻ, ജീവൻ പകരാൻ. വേദപാഠ ക്ലാസ്സിലൊക്കെ വേദപാഠം പഠിച്ചപ്പോൾ ചിലപ്പോൾ കണ്ടിട്ട് കാണാം, ഒരു അധ്യായത്തിന്റെ പേരായിരുന്നു സ്നേഹിക്കുക, ജീവൻ പകരുക, വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ. ആ ഒരു സ്നേഹത്തിൽ വളരുവാൻ, കുഞ്ഞുങ്ങൾക്ക് രൂപം കൊടുക്കുവാനായിട്ട് ഒരു കുടുംബം നിങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥന ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ആ ഒരു വിവാഹത്തിന് വേണ്ടി ഒത്തിരി സമയം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പ്രാർത്ഥിച്ചൊരുങ്ങുക. ആ വിവാഹ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പർദീസ എന്ന് പറയുക ദൈവം കൂടെ നടന്ന സ്ഥലമാണ്. ആദ്യ മാതാപിതാക്കളുടെ കൂടെ, ആദ്യത്തെ ഹവ്വയുടെ കൂടെ ദൈവം കൂടെ നടന്ന സ്ഥലം. അതുപോലെ നിങ്ങളുടെ കുടുംബവും പർദീസയായിട്ട് സ്വർഗമായിട്ട് മാറണമെങ്കിൽ ദൈവം കൂടെ നടക്കണം. തിരുക്കുടുംബമാക്കി മാറ്റുന്നത് ഈശോയുടെ സാന്നിധ്യമാവുന്നതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും ഒരു തിരുക്കുടുംബമാക്കി സ്വർഗമാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ തിരുക്കർമ്മങ്ങളിൽ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒരു തിരുക്കുടുംബം രൂപപ്പെടുത്തുവാൻ അലീനയും അശ്വരയും ദൈവം സഹായിക്കട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസനെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനമനുസരിച്ച് വിവാഹിതരാകാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതവുമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന് ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമേ നമ്മോർത്തരെയും പിതാവിനും പരിശുദ്ധ നാമം സമർപ്പിക്കാം. ഞങ്ങളുടെ സമർപ്പിക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യാനായി കിടന്നിരിക്കുന്ന അങ്ങയുടെ ഈ ദാസൻ അശ്വിനെയും അലിനെയും ദൈവകരണയുണ്ടാകണമേ. ഇവരുടെ വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. അശ്വിനി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയുടെ അലിനിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അലീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അശ്വിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ അശ്വിനും അലിനിയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വിവാഹം നിർവഹിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സഭയെ നിർമ്മലമായി സ്വീകരിച്ച കർത്താവേ,
മിശിഹായെ വാഗ്ദാനം ചെയ്ത ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കെ നീക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാറിയ യേശുവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും ശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഇവരുടെ പേരുടെ കാരണബോധനായ യേശുവിന്റെ മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവം. ദൈവത്തിന്റെ പെരുമാറ്റം നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റഹാലിനെയും സംവേദിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കൂതാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇടവക എല്ലാവരും കൂടെ കാണും. വീഡിയോ അല്ലേ? നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും. രണ്ടുപേരുടെ ഫാമിലി കൂടെ എല്ലാവരും കൂടെ ക്യാമറ ചേർന്ന് ഇവിടെ
റെഡിയാണ്. എല്ലാവരോടും ലുക്ക് ചെയ്തോ. ക്യാമറ പിന്നെ സ്മൈൽ ചെയ്ത് നോക്കി. ജസ്റ്റ് തുടങ്ങി ലുക്ക് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ചുമ്മാ. ഓക്കെ ഓക്കെ എല്ലാവരോടും ലുക്ക് ചെയ്ത് സ്മൈൽ ചെയ്ത് നോക്കി. മാറില്ല ഇവിടെ ജസ്റ്റ് ലുക്ക് ചെയ്ത് ഹാപ്പി ആ മതി. നല്ല സ്മൈൽ ചെയ്ത് നോക്കിയാൽ ഒന്ന് ടേസ്റ്റ് പീസിലൊക്കെ വെയിറ്റ് ചെയ്യണേ. മാറിപ്പോലെ അവിടെ എടുക്കുന്നില്ല. ഓക്കെ വേറെ കല്യാണം അവർ പോകും. ജോയ്സ് കാക്കനാട് സ്പെർട്ടൻസ് ഒന്ന് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. എല്ലാം കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാൻജോസ് ഇടവകയുടെയും പ്രിയപ്പെട്ടവളാണ്. ഇനി സ്വാഗതം ചെയ്യാം അലീന ചേച്ചിയുടെ ശക്തരും മിടുക്കന്മാരുമായ ബ്രദേഴ്സ് ലിയോ സി ബെന്നി ആൻഡ് അലൻ സി ബെന്നി. എപ്പോഴും ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് കട്ടയ്ക്ക് നിൽക്കുന്ന റെസ്ലിംഗ് ചാമ്പ്യൻസ് ആയ സഹോദരങ്ങൾ ചേച്ചിയുടെ ധൈര്യത്തിന്റെ ഒരു റീസണാണ്. സോ നല്ല കൈയുടെ കൂടെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്നേഹിക്കാം. സ്വാഗതം ചെയ്യാം അശ്വിൻ ചേട്ടന്റെ പാരന്റ്സ് മിസ്റ്റർ എസിക്കേൽ ഓഗസ്റ്റിൻ ആൻഡ് മിസസ് ബിജോയ് എസിക്കേൽ ഓൺ ടു ദി സ്റ്റേജ്. ഇരുവരും മാതൃക ദമ്പതികൾ എന്ന പോലെ അധ്യാപകരുമാണ്. മിസ്റ്റർ എസിക്കേൽ ഇസ് എ റിട്ടയർഡ് സർ ആൻഡ് മിസസ് എസിക്കേൽ ചേട്ടന്റെ പാത അതുപോലെ പിന്തുടരുന്ന അനിയൻ തന്റെ MBA കോഴ്സിന് ശേഷം ഇപ്പോൾ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നിറഞ്ഞ കൈയടിയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം. പ്രകാശം
ഹാപ്പിനെസ് ഇൻ ടാൻജിബിൾ ആൻഡ് എഡിബിൾ ഫോം. ഇനി നമ്മൾ കേക്ക് കട്ടിംഗ് സെറമണി ആരംഭിക്കാൻ പോവാണ്. ബ്രൈഡ് ആൻഡ് ഗ്രൂം. Please make some noise.
പ്രപ്പോസ് ചെയ്യാം. കൈയടിക്കോ? കാണുന്നത്
കസിൻസ് ഒക്കെ പരിചയപ്പെടുന്ന സീനാണ് കാണുന്നത്. ആരാരും കണ്ടു അവരൊന്നും അതിന്റെ കാണാൻ സാധ്യതയാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ആകപ്പെടെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാള് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞ ആരെനിക്ക് ഉണ്ടാക്കി തരും? ചേച്ചി അത്ര നല്ലതല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ആരാണ് ഏറ്റവും കൂടുതൽ നേരം കിടന്ന് ഉറങ്ങുന്നത്? ആർക്കാണ് ഒരു സീക്രട്ട് വെക്കാൻ പറ്റാത്തത്? രണ്ടുപേർക്കും വെക്കാൻ പറ്റത്തില്ലേ? ആരാണ് ഏറ്റവും കൂടുതൽ വഴക്കൂടുന്നത്? വഴക്ക് കൂടിയാൽ ആരാണ് ആദ്യം സോറി പറയുന്നത്? നടക്കുന്നു തോന്നുന്നില്ല. വാശി ആർക്കാ കൂടുതലുള്ളത്? കൂടുതല് ഒരു സാധനം, ഒരു സിമ്പിൾ സാധനം പൈസ സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? ഒരു സിമ്പിൾ സാധനം പൈസ ആരാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്? ഒരു കൂടുതല് ഒരു യൂസ്ലെസ് സാധനത്തിന്. മോർ റൊമാൻറ്റിക് ആരാണ്? അതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ? ചിരമ്പേലി ഫാമിലി കലണ്ടറാണ്. ഇത് വളരെ കഷ്ടപ്പെട്ട് ഒരാള് നിർമ്മിച്ചതാണ്. ഇത് പൂർണ്ണമല്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരോടെല്ലാം ആ ഡേറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനിയും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രകാശനമാണ്. ഇതിന്റെ പിന്നിലെ സൃഷ്ടികർത്താവ് ആരായിരിക്കും? സ്വാഭാവികം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിവും പ്രാപ്തിയും ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്ന ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആള് നമ്മുടെ നിർമൂസ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതിന് പപ്പേനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാരും ഒന്ന് കൈയടിച്ചേ. നമ്മുടെ
അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറികള്, മരണ ദിവസം, ഇത് മുഴുവൻ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദിവസം ഡേറ്റ് വൈസ് ആയിട്ട് ഓരോ മാസവും ആ ആൾക്കാരുടെ പേര് വെച്ചിട്ട്. അതാണ് ഫാമിലി കലണ്ടർ നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും തരുന്നതായിരിക്കും. അതിനൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഓർത്തുകൊണ്ടിരിക്കണ്ട. പപ്പയ്ക്ക് നന്ദി പറയുന്നു. അലീനയുടെ പേരപ്പനാണ്, വല്യപ്പനെന്നും പറയും, പേരപ്പനാണ് വിനുജാന്റെ ചേട്ടൻ. Thank you.